വെൽക്കം ടു പ്രീതീസ് മന്ന കിച്ചൻ. നമ്മളിന്ന് നെയ്മീൻ കറി വെക്കാനായിട്ട് പോവുകയാണ്. നെയ്മീൻ തേങ്ങാപ്പാൽ ഒഴിച്ച് വയ്ക്കുന്ന കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. അപ്പോൾ 1 കിലോ കിങ്ഫിഷാണ് ഞാനിവിടെ കറി വെക്കാനായിട്ട് പോകുന്നത്. അതിന് നിങ്ങൾക്ക് മീൻ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനെ തൊലി കളഞ്ഞോ കളയാതെയോ എടുക്കാം. ഞാനിവിടെ ഈ തൊലി കളയുന്നില്ല. നന്നായിട്ട് ഉരച്ച് തേച്ച് കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന മീനാണിത്. അപ്പോൾ ഇതിലേക്കുള്ള മസാല നമുക്കിപ്പോൾ ചേർക്കാം. കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ശകലം ഉലുവാപ്പൊടി, കുറച്ച് നാരങ്ങ നീര്. 2 സൈഡും നന്നായിട്ട് മസാലകളെല്ലാം തേച്ച് പിടിപ്പിക്കുക. ഇതെല്ലാം കൂടെ ഇട്ട് തിരുമ്മി കഴിയുമ്പോൾ മസാല മൊത്തത്തിൽ പിടിച്ചിരുന്നോളും. ഒരുപാട് മസാല പിടിപ്പിക്കണ്ട കേട്ടോ, കുറച്ച് മതി. ഇത് മാരിനേറ്റ് ചെയ്ത് ഒരുപാട് നേരം വയ്ക്കുകയൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്കതിനെ ഫ്രൈ ചെയ്യാം. അതുപോലെ ഷാലോ ഫ്രൈ ആണ്, ഒത്തിരി ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് തീ കത്തിക്കാം. മീനെന്ന് വറുത്തെടുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടിരിപ്പുണ്ട്. നമുക്ക് ഈ മീൻ കഷ്ണങ്ങളെ വറുത്തിടാം. രണ്ട് തവണയായിട്ട് നമുക്കത് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യരുത് കേട്ടോ. നമുക്കിതുപോലെ ഒരു കോട്ടിങ്ങിന് മാത്രം മതി, ഉണങ്ങിപ്പോകാൻ ഇടവരരുത്. ഇതിനകത്ത് ജ്യൂസ് അതുപോലെ തന്നെ നിലനിൽക്കണം. തീയിലിട്ട് വേണം നിങ്ങളത് വറുത്തെടുക്കാൻ. തീയിലിട്ടേക്ക് പോകരുത്, കൂട്ടത്തിൽ നിന്ന് തന്നെ വറുത്തെടുക്കാം. അപ്പോൾ ഇവിടെ മീനിൻ്റെ 2 സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. ഇതിപ്പോൾ എണ്ണയൊന്നും ഒട്ടും കുടിക്കുകയില്ല. അടുത്ത മീൻ കഷ്ണങ്ങൾ ഞാൻ ഇതുപോലെ തന്നെ വറുത്തെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ കാണാം. അപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങൾ മുഴുവൻ ഞാൻ വറുത്ത് കഴിഞ്ഞു. ഇത് കുറച്ചെണ്ണ, വളരെ കുറച്ച് എണ്ണ മാത്രമേ ഇതിനകത്ത് മിച്ചമുള്ളൂ. പക്ഷേ ഇതിനകത്ത് തന്നെയാണ് നമ്മൾ ഈ കറി തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ വീണ്ടും ആ പാനിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടാം. അപ്പോൾ ഇഞ്ചി ഇത് 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഇനി അടുത്തത് വെളുത്തുള്ളി 5 അല്ലി, വലിയ അല്ലി 5 അല്ലി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇതോടൊപ്പം നമുക്കൊരു പച്ചമുളക്, ഇത് തീരെ എരിവില്ലാത്ത പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇടുന്നത്. ഒരു 10 എണ്ണം ഉണ്ട്. എരിവുള്ള മുളകാണെന്നുണ്ട് 3ഓ 4ഓ ഒക്കെ ഇട്ടാൽ മതി. കറിവേപ്പില, നമുക്ക് കുറച്ച് സവോള ചേർക്കണം. അതിപ്പോൾ നിങ്ങൾ ഏത് ഷേപ്പിൽ അരിഞ്ഞിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി മുഴുത്തായിട്ട് അരിഞ്ഞിട്ടേക്കുന്ന സവോള, ഇത്തിരി വേണ്ട, കുറച്ച് മതി. 1 പിടി സവോള അരിഞ്ഞത്. ഉപ്പ് അല്പം ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഒന്ന് വാടിയാൽ മതി. ഇനി ഈ സമയത്ത് നമുക്ക് മസാലയ്ക്ക് ആവശ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1 കിലോ മീനാണ്. അപ്പോൾ ഇത് 1, 2, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്. ഉലുവ വറുത്ത് പൊടിച്ച ഉലുവയാണ് ചേർത്തിരിക്കുന്നത്. ഇത്രയും ചേർത്ത് നമുക്ക് ഇളക്കാം. ഇനി അതിലേക്ക് നമ്മൾ പുളി, ഞാനിവിടെ ഒരു 5 പുളിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 5 പുളി വെള്ളത്തിലിട്ടത് ഇതിലേക്ക് ഇട്ടു. ഇതുണ്ട്. അപ്പോൾ നമ്മുടെ മുളക് ഏകദേശം ഇവിടെ മൂത്ത് കഴിഞ്ഞു. നല്ല കളറും ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം. ഞാനിവിടെ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ കലക്കിയ പാലാണ് ഒഴിക്കുന്നത്. ഒരുപാട് തിക്കായിട്ടുള്ളതുകൊണ്ട് ഒരു മീഡിയം ആയിട്ടുള്ള തേങ്ങാപ്പാൽ ചാറിനാവശ്യമായിട്ട് ഒഴിക്കുക. ചേർത്ത് ഇവിടെ കിടന്ന് തിളച്ച് ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കണം.
അരപ്പൊന്ന് വേകാൻ വേണ്ടി ഇട്ടാണ് ഞാൻ മൂടി വെച്ചേക്കുവാണ്. ഇനി നമുക്ക് തീ കുറച്ചിടാം. നമ്മുടെ അരപ്പ് കുറേ സമയമായി തിളയ്ക്കുന്നു. നന്നായിട്ട് തിളച്ച് പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങൾ മുഴുവൻ ഇതിലേക്ക് പെറുക്കി ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് അരപ്പ് കുറവാണ്, അല്ലെങ്കിൽ ഇതിന് ചാറ് കുറവാണെന്നൊക്കെ തോന്നും. സാരമില്ല, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്തരത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ തീ ഒന്ന് നന്നായിട്ട് കൂട്ടി വയ്ക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇനി തവിയിട്ട് ഒരു കാരണവശാലും ഇത് ഇളക്കരുത്. മീൻ കഷ്ണങ്ങൾ പൊടിയും. ഇൻ കേസ് നിങ്ങൾക്ക് എടുക്കണമെന്ന് തോന്നിയാൽ ഇതുപോലെ നമ്മുടെ ചട്ടുക ഉപയോഗിച്ച് മാത്രമേ, അല്ലെങ്കിൽ പരന്ന തവി ഉപയോഗിച്ച് മാത്രമേ നിങ്ങളിത് എങ്ങനെ എന്തെങ്കിലും ചെയ്യണം, മീൻ കഷ്ണങ്ങളെ മാറ്റുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുള്ളൂ. അല്ലാണ്ട് സാധാരണ തവിയിട്ട് കടുത്തവി ആയാലും ഏതായാലും അല്ലാത്തതിടരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഈ മീൻ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം പിടിക്കുകയും ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ നന്നായിട്ട് തിളച്ച ഈ കറീനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കാം. ഇനി ഇത് മൂടി വയ്ക്കാം, ചെറുതീയിലിട്ട് വേവിക്കാം. അപ്പം നമ്മുടെ കറി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് കുറുകി മീനയിലൊക്കെ ടേസ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അരപ്പിനൊക്കെ കറി നല്ല സൂപ്പർ കറിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിനകത്ത് നമ്മളിനി ഫൈനലി ചേർക്കാനായിട്ടുള്ളത് നല്ല കുറുകിയ തേങ്ങാപ്പാലാണ്. അതും കൂടെ നമുക്കിതിലേക്ക് ഒഴിക്കാം. ഇത് മാഗിയുടെ തേങ്ങാപ്പാൽപ്പൊടി നമ്മൾ കലക്കി ഒഴിച്ചിരിക്കുന്നതാണ്. നന്നായിട്ടൊന്ന് ചുറ്റിക്കാം. ചുറ്റിച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിളപ്പിക്കണ്ട, നമുക്കിത് നിർത്താം. പച്ച കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾ നിർത്തിയെടുക്കാം. അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു തേങ്ങയുടെ തേങ്ങാപ്പാൽ ചേർക്കുകയാണെങ്കിൽ അത് രുചി കൂടുതലായിരിക്കും. ഇല്ലെങ്കിൽ അരമുറി തേങ്ങയുടെ പാലെങ്കിലും ചേർക്കുക. ഒന്നാണ് ഏറ്റവും ബെസ്റ്റ്. നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് ഇതിനാവശ്യം. അപ്പോൾ അത്രത്തോളം ടേസ്റ്റ് കൂടും. ഇതുണ്ട്, നല്ല കൊഴുത്ത കറിയാണ്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ നെയ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളൊരു പാർട്ടിക്കൊക്കെ വെക്കാനായിട്ട് നല്ല അടിപൊളി കറിയാണ്. ഇതുപോലൊരു കഷ്ണം ഒരപ്പവും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് തയ്യാറാക്കി നോക്കണം.